ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. തൻ്റെ കുഞ്ഞെവിടെയെന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ കിടത്തിയിട്ടുണ്ടെന്ന് നഴ്സ് പറയുന്നു. അതിന് എൻ്റെ വൈഫിനെ OT കൊണ്ടുപോയിരിക്കുകയാണല്ലോ എന്ന് ഗോകുൽ പറയുമ്പോൾ കാഷ്വാലിറ്റി കിടക്കുന്നതല്ലേ ആളുടെ അടുത്ത് തന്നെ കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. അതേസമയം അർച്ചനയുടെ അടുത്താണ് ഗൗരിമോളെ കിടത്തിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശോഭനയും മറ്റുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ്. തുടർന്ന് ശോഭന ഗൗരിമോൾ എന്തെയെന്ന് ഗോകുലിനോട് ചോദിക്കുകയാണ്. കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല, കാഷ്വാലിറ്റിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുല് ശിശിരയും ശോഭനയും കൂട്ടിക്കൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഡോക്ടർ പറയുകയാണ്, വൈഫിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, MRI എടുത്തിട്ടുണ്ട്, ചെറിയൊരു മയക്കമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നോർമൽ ആയിക്കോളും, നിർത്തുകയും വേണ്ട, കുഞ്ഞിനെ മാറ്റുകയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഗോകുൽ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഗോകുലിന്റെ പിന്നാലെ തന്നെ ശോഭനയും ശിശിരയും ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ശിശിര കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞ് തടയുകയാണ് ഗോകുല്. എടാ, അതൊന്നും ഒരു പ്രശ്നവുമാകില്ല, എന്താണെങ്കിലും ആക്സിഡന്റ് പറ്റിയ ആളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നല്ലോ, ബാക്കി കാര്യങ്ങളെല്ലാം പോലീസ് നോക്കിക്കോളും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ തിക്കും തിരക്കിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിലും കൂടെ ഗുരുവായൂർ യാത്ര വേണ്ടെന്ന്. നീ പറഞ്ഞത് സത്യമാണ്, ഈ യാത്ര ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അവളുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ മാറിയിരിക്കുകയാണ് ഗോകുൽ. അതേസമയം ഒരു സിസ്റ്റർ അതിലേ പോകുമ്പോൾ ശിശിര കുഞ്ഞിനെടുക്കുന്ന കാര്യം ചോദിക്കുകയാണ്. കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെയല്ലേ കിടക്കുന്നത്, അതിന് നിങ്ങൾക്കെന്താ? കുഞ്ഞിൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്നിരിക്കുന്ന ഗോകുലിനെയാണ്. അതേസമയം ഗോകുലിനുള്ള ചായയുമായി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ശോഭന. കുഞ്ഞിനെ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ എന്ന് ശിശിര ചോദിക്കുമ്പോൾ വേണ്ടെന്നും കുഞ്ഞ് അവളുടെ അടുത്ത് സുഖമായി ഉറങ്ങുകയാണെന്നും ഇപ്പോൾ പോകണ്ട, ഞാൻ പോയി നോക്കിയതാണെന്നും ശോഭനയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് വരുന്ന ഡോക്ടറിനെയാണ്. ഡോക്ടർ ഗോകുലിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന സഫലമായിട്ടുണ്ട്, BP ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, പക്ഷേ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗോകുലിനും ശോഭനയ്ക്കുമൊക്കെ സമാധാനമാകുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന കണ്ണു തുറക്കുന്നതാണ്. തുടർന്ന് അർച്ചനയോട് അപകടത്തെക്കുറിച്ചെല്ലാം ഡോക്ടർ ചോദിക്കുന്നുണ്ടെങ്കിലും അർച്ചനയ്ക്ക് ഒന്നിനെക്കുറിച്ചും ഓർമ്മയുണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞെന്ന് അർച്ചന പറയുമ്പോൾ അർച്ചനയുടെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ. തുടർന്ന് സിസ്റ്റർ ചെന്ന് ഗോകുലിനെ ശോഭനയും അകത്തേക്ക് വിളിപ്പിക്കുന്നു. തുടർന്ന് ഗോകുലിനെ കാണിച്ചുകൊണ്ട് ഡോക്ടർ ചോദിക്കുകയാണ്, ഇതാരാണെന്ന് തനിക്ക് ഓർമ്മയില്ലേ, തൻ്റെ ഹസ്ബൻഡല്ലേ ഇത്? തുടർന്ന് ആരെയും പരിചയമില്ലെന്ന് അർച്ചന പറയുകയാണ്. ശോഭന കുഞ്ഞിനെ തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർച്ചന അതിനനുവദിക്കുന്നില്ല. തുടർന്ന് സിസ്റ്റർ അർച്ചനയോട് കുഞ്ഞിൻ്റെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും അർച്ചനയ്ക്ക് ഒന്നും തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് ഗോകുല് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളാണോ ആ കുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് ഡോക്ടർ ചോദിക്കുന്നു. അല്ല ഡോക്ടർ, ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് വരുന്ന വഴിക്കാണ് ആ കുട്ടി റോഡിൽ കിടക്കുന്നത് കണ്ടത്, അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് ഗോകുലും പറയുന്നു. അവർക്കിപ്പോൾ ഒന്നിനെക്കുറിച്ചും ഓർമ്മയില്ലെന്നും ഒന്നെങ്കിൽ അവർക്ക് ഓർമ്മ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം, അവർക്ക് ഒരു കുഞ്ഞുള്ള കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, അല്ലെങ്കിൽ ഈ കാര്യം പോലീസിനെ അറിയിക്കണം, എന്താണെങ്കിലും പോലീസ് വന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടെത്തട്ടെ എന്നുകൂടി ഡോക്ടർ പറയുമ്പോൾ ആകെ സംശയത്തിൽ നിൽക്കുന്ന ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.